തൃശൂരിലെ വോട്ട് വിവാദത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് ബി.ജെ.പി. മുതിർന്ന നേതാവ് വി. മുരളീധരൻ. പരിശോധിച്ച വോട്ടർ പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ അറിയിക്കണമായിരുന്നുവെന്ന് മുരളീധരൻ പറഞ്ഞു. ജയിച്ച ശേഷം ഇത്തരം വാദങ്ങൾ നല്ലതല്ല. ഭരണഘടനാ സ്ഥാപനത്തെ തകർക്കാനാണ് രാഹുലും കൂട്ടരും ശ്രമിക്കുന്നത്. ബി.ജെ.പി. വിജയിക്കുമ്പോൾ മാത്രം എന്താണ് വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതല്ലേ? പരാതി കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. എന്താ പരാതി കൊടുക്കാതിരുന്നത്? അല്ല, ഇപ്പം വിവരം പുറത്തു വരുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം, ആ ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് 25 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത്. അന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നല്ലോ. ബി.ജെ.പി. 2 സീറ്റ് മാത്രം കിട്ടിയിട്ട് പരാജയപ്പെട്ടപ്പോഴും ബി.ജെ.പി. ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടില്ല.